ഇപ്പോൾ LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കുറ്റങ്ങളൊക്കെ എണ്ണി UDF പറയുന്നു. LDF സർക്കാരിന് മുൻപ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും AK ആന്റണി സർക്കാരിന്റെ കാലത്തും ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു എന്നൊക്കെ ഓരോരോ കുറ്റം ഇപ്പോൾ LDF ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്ത് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പകരം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ, പ്രത്യേകിച്ച് പൊതുമേഖലയിലെ സർക്കാർ ആശുപത്രികളുടെ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ, സാധാരണ ജനങ്ങളുടെ ആശ്രയമായ ഈ ഒരു ഗവൺമെന്റ് സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ് തകരുന്നത്. നേരത്തെ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ സ്വകാര്യ മെഡിക്കൽ രംഗത്ത് വരുന്ന വിദേശ നിക്ഷേപമൊന്നും സാധാരണ സംഗതിയായി നമ്മൾ കണക്കാക്കണ്ട. ആ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ ആരോഗ്യരംഗത്തെ ആശുപത്രികളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം തകരണം എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് കൂടുതൽ രോഗികളെ കിട്ടണം, അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകണം. അത് നിസ്സാര സംഭവമൊന്നുമല്ല. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായിരുന്നു, മലബാർ മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഡോക്ടർ KG അലക്സാണ്ടർ തുടങ്ങിയ 1987 തുടങ്ങിയ ഈ ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന ഈ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം ഇന്നൊരു അമേരിക്കൻ കമ്പനിക്കാണ്. അതിന്റെ 80% ഓഹരി അമേരിക്കൻ കമ്പനിക്കാണ്. ആസാദ് മൂപ്പൻ തുടങ്ങിയിട്ടുള്ള ആശുപത്രികളുടെ ഉടമസ്ഥാവകാശം ഇന്ന് വിദേശ കമ്പനികൾക്കാണ്. നേരത്തെ IMA ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഒരു തവണയല്ല, 2025 പാസാക്കി, അതിനു മുൻപും പലതവണ പാസാക്കി. അതായത് ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കാത്ത, ചികിത്സാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് IMA ചൂണ്ടിക്കാണിക്കുകയും ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യരംഗത്ത് 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയത്. ഇപ്പോൾ 100% വിദേശ നിക്ഷേപത്തിൽ നമ്മുടെ നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾക്ക് പ്രവർത്തിക്കാം. സ്വകാര്യ ആശുപത്രികളിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും. ആ സ്വകാര്യ ആശുപത്രികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? അവിടുത്തെ സർക്കാർ ആശുപത്രികൾ തകരുക, അവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ തകരുക എന്ന് തന്നെയായിരിക്കും. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്തരം സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടുതൽ രോഗികൾ എത്തുകയുള്ളൂ.